15,000 കോടി രൂപയുടെ കുടുംബ സ്വത്തുക്കൾ സെയ്ഫ് അലി ഖാന് നഷ്ടമായേക്കും. പട്ടൌഡി കുടുംബത്തിന്റെ സ്വത്ത് പൊതുസ്വത്തായി പ്രഖ്യാപിക്കുന്നതിനെതിരെ സെയ്ഫ് നൽകിയ ഹർജി മധ്യപ്രദേശ് ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതോടെ ചരിത്ര പ്രാധാന്യമുള്ള ഭൂമിയും കെട്ടിടവും സർക്കാർ ഏറ്റെടുത്തേക്കും. ഭോപ്പാലിലുള്ള പട്ടോടി കുടുംബത്തിന്റെ സ്വത്തുക്കൾ എനിമി പ്രോപ്പർട്ടിയായി പ്രഖ്യാപിച്ച മധ്യപ്രദേശ് സർക്കാരിന്റെ ഉത്തരവിനെതിരെ സെയ്ഫ് അലി ഖാൻ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. കഴിഞ്ഞ ഡിസംബർ 13-ന് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പട്ടോടി കുടുംബത്തോട് 30 ദിവസത്തിനുള്ളിൽ അപ്പീൽ അതോറിറ്റിക്ക് മുമ്പാകെ വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടു. ഇതിനെ കുടുംബം ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഭോപ്പാലിലെ അവസാന നവാബിന്റെ സ്വത്തുകൾ 1968-ലെ എനിമി പ്രോപ്പർട്ടി നിയമപ്രകാരം ഏറ്റെടുക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. വിഭജന കാലത്ത് പാകിസ്ഥാനിലേക്ക് കുടിയേറി അവിടെ പൗരത്വം നേടിയവരുടെ ഭാരതത്തിലെ സ്വത്തുക്കൾ എനിമി പ്രോപ്പർട്ടി നിയമത്തിന് കീഴിലാണ്. ഭോപ്പാലിലെ അവസാന നവാബായിരുന്ന ഹമീദുള്ള ഖാന്റെ ചെറുമകനാണ് സെയ്ഫ് അലി ഖാൻ. ഭോപ്പാൽ നവാബായിരുന്ന ഹമീദുള്ള ഖാന്റെ മകൾ ആബിദ സുൽത്താൻ പാകിസ്ഥാനിലേക്ക് കുടിയേറി. ഇതോടെയാണ് പട്ടോടി കുടുംബത്തിന്റെ സ്വത്ത് എനിമി പ്രോപ്പർട്ടി ആയത്. ഭോപ്പാലിൽ കൊഹേഫിസ മുതൽ ചിക്ലോദ് വരെ നീണ്ടുകിടക്കുന്നതാണ് ചരിത്ര പ്രാധാന്യമുള്ള ഈ വസ്തുവകകൾ. നാഷണൽ ഡെസ്ക്, ജനം.